എക്സിൽ ഫോളോവേഴ്സ് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കുറഞ്ഞത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഇലക്ഷന് ശേഷം ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇത്തരത്തിൽ ഫോളോവേഴ്സ് എക്സിന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതിന് പല കാരണങ്ങളാണ് പറഞ്ഞു വരുന്നത്. അതായത് വിദ്വേഷവും വിഷവുമൊക്കെ വമിപ്പിക്കുന്നത് കൊണ്ടാണ് എക്സിൽ നിന്ന് ആളുകൾ കുറഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു വ്യാഖ്യാനം ഒരു ഭാഗത്തുണ്ട്. പ്രത്യേകിച്ചും ബ്രിട്ടീഷ് പത്രമായ ദ ഗാർഡിയൻ എക്സിൽ നിന്ന് പിൻവലിഞ്ഞു. അവർക്ക് 10.7 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു സ്ഥാപനമായിരുന്നു. പക്ഷേ അവർ തന്നെ എക്സിൽ നിന്ന് പിൻവാങ്ങുന്ന അവസ്ഥയുമൊക്കെ ഉണ്ടായി. ഈ ഒരു സാഹചര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് എക്സിൽ നിന്ന് ആളുകൾ പോകാൻ എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ? കാരണം പലതാണ് പറയുന്നത്. അത് ഈ പറയുന്ന ഗാർഡിയൻ പറഞ്ഞതും അതേപോലെ തന്നെ ലെഫ്റ്റ് ലീനിങ്ങളിലെ പിന്നെ സെലിബ്രിറ്റികൾ പറയുന്നതും ഈ പറയുന്ന കാരണമാണ്. പിന്നെ കൂട്ടത്തോടെ പറയുന്ന കാരണം എലോൺ മസ്ക് തെരഞ്ഞെടുപ്പിൽ പിന്നെ ട്രംപിനെ അതിഭയങ്കരമായിട്ട് പിന്തുണച്ചു എന്ന് മാത്രമല്ല അതിഭയങ്കരമായിട്ട് പൈസ ചിലവാക്കി എന്നുള്ള അതിഭയങ്കരമായ വാചകമടിയുമായിരുന്നു. ട്രംപിനേക്കാൾ കൂടുതൽ സംസാരിച്ചത്. സംഗതി ശരിയാണ്. ട്രംപ് ആദ്യമായിട്ട് എലോൺ മസ്കിലെ പിന്നെ സ്റ്റേജിൽ അവതരിപ്പിക്കുന്ന രംഗം ഒക്കെ ഉണ്ടല്ലോ, പിന്നെ മസ്കാണോ മത്സരിക്കുന്നത് പോലും തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു. അതിനുശേഷം ഗവൺമെൻറ്റിലെ ഏറ്റവും പുതിയതായിട്ട് US ഗവൺമെൻറ്റിലെ ഏറ്റവും പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഭരണപരിഷ്കാര പിന്നെ വകുപ്പ് എന്ന് പറയാവുന്ന ഒരു വകുപ്പിൻ്റെ ചുമതല പോലും ഇയാളെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഈ ട്രംപിനെ വിജയിപ്പിച്ചു കൊണ്ടുവരാൻ പണമിറക്കിയും വാചകമടിച്ചും എല്ലാം ചെയ്ത ആൾ എന്നുള്ള നിലയ്ക്ക് അയാളെ ബിസിനസ് പൊളിയട്ടെ എന്ന് അമേരിക്കക്കാർ വിചാരിച്ചു എന്നുള്ള മട്ടിലുള്ള ഒരു പ്രചാരണവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാരണം പറയുന്നുണ്ട്. പക്ഷേ അതിൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നം ഉണ്ട്. അതിൽ അങ്ങനെയാണെങ്കിൽ അത് അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ പൊള്ളത്തരവും അതിൻ്റെ ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്ന സ്ഥലത്തിൻ്റെ അതിൻ്റെ ഒരു പൊള്ളത്തരവും അതിൻ്റെ ഇരട്ടത്താപ്പും ഒക്കെയാണ് പുറത്തു വരുന്നത്. എന്താ വെച്ചാൽ ട്രംപിനെ ജയിപ്പിച്ചു എന്ന് ഇത്തവണ പറയുന്നത് മറ്റൊരു രക്ഷയില്ലായിട്ടും വേറൊരു ആൾട്ടർനേറ്റീവ് ഇല്ലാത്ത സമയത്തും ഈ പറയുന്ന ഏറ്റവും വലിയ വംശപരിക്ക് ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയ്ക്ക് കൂട്ടുനിന്ന അതിനു വേണ്ടിയിട്ട് പണം മുഴുവൻ ചിലവാക്കിയ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ തലവനായിരുന്ന ബൈഡനെ തോൽപ്പിക്കാൻ മറ്റൊരുതില്ല. ബൈഡനെ തോൽപ്പിക്കാൻ പിന്നെ ട്രംപിനെ ജയിപ്പിക്കുക അല്ലാതെ വേറെ വഴിയില്ല എന്നുള്ള മട്ടിൽ തന്നെയാണല്ലോ അവിടെ വോട്ട് ചെയ്തിട്ട് എല്ലാവരും കൂടിയിട്ട് ട്രംപിനെ ജയിപ്പിച്ചത്. പിന്നെ തന്നെയല്ല വേറെയും കൂടെ ഒരു കാരണമുണ്ട്. അതിൻ്റെ അമേരിക്കൻ ജനാധിപത്യത്തിൻ്റെ പൊള്ളത്തരം എന്ന് പറയുമ്പോഴുള്ള ഒരു സംഗതി, ഈ ട്രംപ് ജയിക്കാനുള്ള ഒരു കാരണം ബൈഡനാണെങ്കിൽ മറ്റൊരു കാരണം ട്രംപിനെതിരെ മത്സരിച്ചത് കമലാ ഹാരിസാണ് എന്ന് മാത്രം. അതാണ്. അവർ വൈറ്റല്ല ഒരു പ്രശ്നം, അവർ പുരുഷനല്ല എന്നുള്ളത് പ്രശ്നം. അങ്ങനെ പുരുഷാധിപത്യവും പിന്നെ ഈ വെള്ളവംശാധിപത്യവും എല്ലാം കൂടി നിന്നിട്ട് അതിനൊക്കെ പറ്റിയ ഒരാളെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞ ശേഷം പിന്നെ അയാളെ സഹായിച്ച ആളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അയാളുടെ കമ്പനിയിൽ നിന്ന് പിന്മാറുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ രസമുള്ളൊരു ഏർപ്പാടല്ലല്ലോ. അതുകൊണ്ടാണ് തോന്നുന്നത് ഈ പിന്മാറ്റം എന്ന് പറഞ്ഞത് സ്ഥിരമായിരിക്കണം എന്നില്ല. ഒന്നാമത് ഇത് ആദ്യമല്ല. അന്ന് പിന്നെ എലോൺ മസ്ക് ആദ്യം ട്വിറ്റർ ആയിരുന്ന കാലത്ത് എലോൺ മസ്ക് അത് ഏറ്റെടുത്ത സമയത്ത് തന്നെ ഇതേപോലെ ഒരു കൂട്ടം ഒഴിച്ചുപോക്ക് എന്ന് പറഞ്ഞിട്ട് വാർത്ത വന്നതാണ്. രണ്ടാമത് ഈ വർഷത്തിൻ്റെ ആദ്യം ബ്രസീൽ പിന്നെ ട്വിറ്ററിൻ്റെ എക്സിനെ നിരോധിച്ച സമയത്തും ഇതേപോലെ തന്നെ ഒരു കൂട്ടം ഒഴിച്ചുപോക്ക് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായതാണ്. പക്ഷേ ഇപ്പം അതിനേക്കാൾ കൂടുതലുണ്ടെന്ന് പറയാൻ ഇപ്പം ഒരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം വളരെ കടുത്തൊരു മത്സരം നടക്കുന്നുണ്ട്. നേരത്തെ എല്ലാവരും കരുതിയിരുന്നത് ഈ നമ്മുടെ ഫേസ്ബുക്കിൻ്റെ ആളുകൾ ഇപ്പം സുക്കർബർഗ് പിന്നെ ത്രെഡൊക്കെ തുടങ്ങിയപ്പം ഈ ത്രെഡ് ശരിക്കും ഇതിൻ്റെ സ്പേസ് പിടിക്കുന്നതായിരുന്നു വിചാരിച്ചിരുന്നെങ്കിലും ഇപ്പം ഇങ്ങനെ ഈ കൂട്ടത്തോടുള്ള ഒഴിച്ചുപോക്ക് ഉണ്ടാക്കിയപ്പോൾ ത്രെഡല്ല പിടിച്ചത്, സ്കൈ ബ്ലൂ ആണ് പിടിച്ചത്. ബ്ലൂ സ്കൈ ആണ് പിടിച്ചത്. ബ്ലൂ സ്കൈക്കാണ് ഇപ്പം ശരിക്കും ഏറ്റവും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞതും ഏതാണ്ട് 1ാം സ്ഥാനത്ത് എത്തിപ്പെടാൻ കഴിഞ്ഞതും. പക്ഷേ ഇപ്പോഴും എൻ്റെ സംശയം ഇത് താൽക്കാലികമായിരിക്കും എന്ന് തന്നെയാണ്. ഈ ഒഴിഞ്ഞുപോക്കും സ്കൈ ബ്ലൂവിലേക്കുള്ള പോട്ടൊക്കെയും താൽക്കാലികമായിരിക്കും. ഒരു പ്രിൻ്റർ ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ അങ്ങനെ ഈ ഇസ്രായേൽ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന സ്ഥാപനങ്ങളെ പിന്നെ ബഹിഷ്കരിക്കണമെന്നുള്ള ആഹ്വാനങ്ങളും ബഹിഷ്കരണ പിന്നെ ഈ പ്രൊജക്റ്റുകളും എത്ര തവണ വന്നിട്ടും അത് ഈ വിചാരിച്ചതുപോലെ നമുക്ക് സ്ഥായിയായ ബഹിഷ്കരണം ഉണ്ടാവുന്നില്ലല്ലോ. അതേപോലെ മാത്രമായിരിക്കും ഇത് എന്നാണ് ഞാൻ കരുതുന്നത്. ഇപ്പോൾ ഈ വിദ്വേഷ പ്രചാരണം നടത്താൻ വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ച് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കുക എന്നുള്ള ഇന്ത്യയിലൊക്കെ പരീക്ഷിച്ച് വിജയിച്ച ഒരു സംഗതിയാണ്. അപ്പം ഒരു സാമൂഹ്യ മാധ്യമത്തിൻ്റെ ഉടമ തന്നെ അത്തരം പ്രചാരണത്തിന് മേൽനോട്ടം വഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. അല്ല, അതിൽ നമ്മൾ പൊതുവെ നേരത്തെയൊക്കെ സാമൂഹ്യ മാധ്യമങ്ങൾ എന്നല്ല, അത് വ്യാപകമായ കാലത്ത് നമ്മളുടെ സാമൂഹിക ചിന്തകർക്കിടയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു നിഗമനം നോക്കൂ, ഭരണകൂടങ്ങളുടെ വിലക്കുകൾ മറികടക്കപ്പെടാൻ പോകുന്നു, ജനങ്ങൾ എന്നതാണ്
ഈ ലെഗസി മീഡിയ അതിൻ്റെ അപ്രമാദിത്വം തകരാൻ പോകുന്നു. ജനങ്ങൾ സ്വതന്ത്രമായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും പങ്കുവെക്കാനും പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ വരുന്നു, അതിരുകൾ ഭേദിക്കപ്പെടുന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള സാമൂഹിക വിശകലനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വ്യാപകമായി വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഈ പറയുന്ന സാമൂഹിക മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അതിരുകളില്ലാതെ ആവിഷ്കരിക്കുവാനും അഭിപ്രായങ്ങൾ പറയുവാനും ഉള്ള ഇടമല്ല. അതിനും അതിൻ്റെതായ അധികാര ഘടനകളും വംശീയ മുൻവിധികളും രാഷ്ട്രീയ മുൻവിധികളൊക്കെ ഉണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്നൊരു സമയമാണ്. പ്രത്യേകിച്ച് 2024 ഒക്ടോബർ 7 ശേഷം, എന്ന് വെച്ചാൽ ഗസ വാർ തുടങ്ങിയതിന് ശേഷം ഈ പറയുന്ന ഫേസ്ബുക്ക്, മെറ്റാ കമ്പനിയൊക്കെ എത്രമാത്രം വംശീയമായിട്ടാണ്, എത്രമാത്രം മുൻവിധിയോടുകൂടിയാണ് പലസ്തീൻ കണ്ടൻറ്റുകൾ കണ്ടത് എന്നുള്ളത് ഈവൻ മലയാളത്തിൽ പലസ്തീൻ എന്ന് ടൈപ്പ് ചെയ്യുന്ന നൗഫലിന് പോലും ബോധ്യപ്പെടും. കാരണം അത്തരം മലയാളത്തിൽ അത്തരം കണ്ടൻറ്റുകൾ വരെ ടേക്ക് ഡൗൺ ചെയ്യപ്പെടുന്ന, ഡീഗ്രേഡ് ചെയ്യപ്പെടുന്ന നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നേരത്തെ വ്യാപകമായി ആഘോഷിക്കപ്പെട്ടിരുന്നത് പോലെ എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ സ്വതന്ത്രമായി പറയുവാനും പങ്കുവെക്കുവാനുമുള്ള ഒരിടമല്ല. അതിൻ്റെതായ രാഷ്ട്രീയവും വംശീയവും സാമ്പത്തികവുമായിട്ടുള്ള മുൻവിധികൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അധികാര ഘടനയുണ്ട് എന്നുള്ളത് വളരെ മനസ്സിലാക്കപ്പെട്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പോൾ ഇപ്പോൾ എക്സിൻ്റെ കാര്യത്തിൽ എക്സ് നോക്കൂ, ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ആളുണ്ടല്ലോ, പുള്ളി എക്സ് പുറത്താക്കിയിട്ടുണ്ട്. എക്സും ഫേസ്ബുക്കും പുള്ളിയുടെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു 2021. എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് പറയുക, 2021 ക്യാപിറ്റൽ ഹിൽ പ്രൊട്ടസ്റ്റിന് ശേഷമാണ് ഫേസ്ബുക്കും ട്രംപിനെ ഒഴിവാക്കുന്നു. അന്ന് എക്സ് അല്ല, അന്ന് ട്വിറ്റർ ഒഴിവാക്കുന്നു. ട്രംപ് എന്താ ചെയ്തത്, ട്രംപ് TMTG എന്ന് പറഞ്ഞൊരു കമ്പനി, ട്രംപ് മീഡിയ ആൻഡ് ടെക്നോളജി ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനി ഫോം ചെയ്യുന്നു. അതിൻ്റെ കീഴിലാണ് ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ട്വിറ്ററിൻ്റെ അതേ മോഡലിൽ പുതിയൊരു സോഷ്യൽ മീഡിയ നെറ്റ്വർക്ക് പ്ലാറ്റ്ഫോം, ഷെയറിംഗ് പ്ലാറ്റ്ഫോം അദ്ദേഹം ആരംഭിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ ഇപ്പോൾ അമേരിക്കയിൽ സാമാന്യം മോശമില്ലാത്ത സ്വീകാര്യതയുണ്ട്. ബ്ലൂ സ്കൈ വരുന്നു. അതിനുശേഷമാണ് ട്വിറ്ററിനെ എക്സ് ടേക്ക് ഓവർ ചെയ്യുന്നത്. ട്വിറ്റർ എക്സായി മാറുന്നത്. എന്താണ് പേര്, എലോൺ മസ്ക് ഏറ്റെടുക്കുന്നതിന് ശേഷം. ഏറ്റെടുത്തതിന് ശേഷം അതിൻ്റെ ഈ വലതുപക്ഷ സ്വഭാവം അത് കൂടുതൽ ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. നേരത്തെ ട്വിറ്റർ കൈക്കൊണ്ടിരുന്ന പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസും ഒഴിവാക്കി. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കരമായ സ്വീകാര്യമായൊരിടമായി മാറി. പക്ഷേ ഇപ്പോൾ നൗഫൽ സൂചിപ്പിച്ച നമ്മളിന്ന് ചർച്ച ചെയ്യാനിടയായുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നോക്കൂ, എക്സിൽ നിന്ന് ആളുകൾ വ്യാപകമായിട്ട് കുടിയൊഴിഞ്ഞു പോകുന്നു മാത്രമല്ല ലോകത്ത് എക്സോഡസ് ഉണ്ടാകുന്നു. ആ എക്സിൽ നിന്നുള്ള എക്സോഡസ് ഉണ്ടാകുന്നു. ഗാർഡിയൻ പോലുള്ള ഒരു ലോകപ്രശസ്തമായ മാധ്യമ സ്ഥാപനം 2 കോടിയിലധികം ഫോളോവേഴ്സ് അവർക്ക് അതിനകത്തുണ്ട്. അവർ എക്സ് അക്കൗണ്ടേ വേണ്ടെന്ന് വെക്കുകയാണ്. അത് എത്രത്തോളം വലിയൊരു സ്റ്റെപ്പാണെന്ന് വിചാരിക്കണം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ 6 മില്യൺ സബ്സ്ക്രൈബേഴ്സായി കഴിഞ്ഞ ആഴ്ച നമ്മൾ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്തു. എന്ന് പറഞ്ഞാൽ 60 ലക്ഷം മലയാളികൾ യൂട്യൂബ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മളെ കാണാൻ വേണ്ടി നമ്മളുടെ ഈ അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. 60 ലക്ഷം മലയാളികൾ. അത് നമ്മളെ സംബന്ധിച്ച് അഭിമാനകരമായുള്ള കാര്യമാണ്. പക്ഷേ അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ 60 ലക്ഷം മലയാളികളെ മീഡിയ വൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള 60 ലക്ഷം മലയാളികൾ, അവർ ആ 60 ലക്ഷം മലയാളികൾ നിൽക്കുന്ന പ്ലാറ്റ്ഫോം ഏതാണ്? യൂട്യൂബാണ്. അത് നമ്മുടെ പ്ലാറ്റ്ഫോം അല്ല, അതൊരു തേർഡ് പാർട്ടിയാണ്. നമ്മളെ സംബന്ധിച്ച് ഒരു തേർഡ് പാർട്ടിയാണ്. അപ്പോൾ അവിടെ എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നമ്മളെന്തിനാണ് വേറൊരു കമ്പനിയുടെ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത്? ഫേസ്ബുക്ക് നമ്മളെന്തിനാണ് അവിടെ പോയിട്ട് നമ്മൾ കണ്ടൻറ്റ് കൊടുക്കുന്നത്? ഇൻസ്റ്റഗ്രാം നമ്മളെന്തിനാണ് നമ്മളുണ്ടാക്കുന്ന നമ്മുടെ കണ്ടൻ്റ് അല്ലേ, നമ്മുടെ പ്രോഡക്റ്റ് അല്ലേ അത്? നമ്മുടെ പ്രോഡക്റ്റ് എന്തിനാണ് വേറൊരു കമ്പനിക്ക് നമ്മൾ കൊടുക്കുന്നത് എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അതുകൊണ്ട് നമുക്ക് വേണ്ട, യൂട്യൂബ് വേണ്ട, ഫേസ്ബുക്ക് വേണ്ട, ഇൻസ്റ്റ വേണ്ട എന്ന് നമുക്ക് വെക്കാം. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് വെക്കാത്തതിൻ്റെ കാരണം നോക്കൂ, ആ പ്ലാറ്റ്ഫോമിൽ ഓൾറെഡി കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ റിപ്പബ്ലിക്കായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റ എന്നൊക്കെ ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് നമുക്ക് പിൻവാങ്ങാൻ പറ്റില്ല എന്നുള്ള ആ ഒരു നിർബന്ധിതാവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും ഈ ഇത്തരം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നത്. സ്വന്തം പ്ലാറ്റ്ഫോമിൽ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി അതിന് പ്രിഫറൻസ് കൊടുത്ത മലയാളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. പക്ഷെ അവർ പോലും ആ സ്ട്രാറ്റജിയിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. കാരണം എന്താണ്? ജനങ്ങൾ കൂടുന്നിടത്ത് നമ്മളില്ലാതായി പോകുന്നുള്ളതാണ്. അപ്പോൾ ഈ സ്വഭാവത്തിലുള്ള പ്ലാറ്റ്ഫോമുകളുടെ അതിൻ്റെ ബാഹുല്യം, അതിൻ്റെ ശക്തി, അതിൻ്റെ വൈപുല്യം, അത് എല്ലാവരെയും അതിന് നിർബന്ധിക്കുകയാണ് അങ്ങോട്ട് കണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്.
പക്ഷേ ഈ എക്സിൽ നിന്ന് ഗാർഡിയൻ പിന്മാറി എന്ന് പറയുന്ന ആ ഒരൊറ്റ സംഭവം, എക്സിൽ നിന്നുള്ള എക്സോഡസിനെ കുറിച്ചല്ല പറയുന്നത്, ഗാർഡിയൻ എന്ന് പറയുന്ന ഒരു മീഡിയ ഹൗസ് അതിൽ നിന്ന് പിന്മാറി, 2.5 കോടി ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ഗാർഡിയൻ അതിൽ നിന്ന് പിന്മാറി എന്ന് പറയുമ്പോൾ അത് വേറെ ചില ഓപ്പണിങ്സ് തുറന്നു തരുന്നുണ്ട്. നമ്മൾ എന്തിനാണ് ഇത്ര വലിയ ഈ ജയൻറ്റ് പ്ലാറ്റ്ഫോമുകളുടെ പിന്നാലെ തന്നെ പോകുന്നത്? ഇത് വേറെയും പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കാമല്ലോ. ട്രംപിന് ട്രൂത്ത് സോഷ്യൽ ഉണ്ടാക്കാമെങ്കിൽ, അമേരിക്കയിൽ ബ്ലൂ സ്കൈക്ക് ഇങ്ങനെ വളരാമെങ്കിൽ, അമേരിക്ക എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഹോംലാൻഡാണ്. എക്സിൻ്റെയും ട്വിറ്ററിൻ്റെയും മെറ്റയുടെയും ഫേസ്ബുക്കിൻ്റെയും ഗൂഗിളിൻ്റെയും യൂട്യൂബിൻ്റെ എല്ലാറ്റിനും ഹോംലാൻഡ്. അവിടെ ബ്ലൂ സ്കൈ എന്ന് പറയുന്ന പുതിയൊരു പ്ലെയർക്ക് വരാമെങ്കിൽ വളരാമെങ്കിൽ, ചൈന എന്ന് പറയുന്ന ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള 2ാമത്തെ രാജ്യത്ത് ഈ പറയുന്ന യാതൊരു സാധനവും ഇല്ല എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും ചൈനയിൽ ഇപ്പോൾ ഇതൊന്നും കിട്ടത്തില്ല. ചൈനയിൽ അവരുടേതായ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഇത് നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണ്ട എന്നാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്ത്യ തീരുമാനിച്ചു ടിക്ടോക്ക് ഇങ്ങോട്ട് വരണ്ട, മറ്റേ അതിർത്തിയിൽപ്പെട്ട ആൾക്കാർ അടിച്ചപ്പോൾ ടിക്ടോക്ക് വേണ്ടെന്നാണ്. അമേരിക്കയിൽ ഈ ഗസ കണ്ടൻറ്റുകൾ വ്യാപകമായി അമേരിക്കൻ ചെറുപ്പക്കാർ കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയപ്പോൾ അത് ടിക്ടോക്കിലൂടെയാണെന്ന് മനസ്സിലാക്കിയപ്പം ടിക്ടോക്ക് അമേരിക്കയിൽ നിരോധിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ബില്ല് അമേരിക്കയിൽ വന്നു. നിരോധിച്ചിട്ടില്ല, അങ്ങനൊരു പ്രപ്പോസൽ വന്നു. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ജയൻറ്റ് പ്ലാറ്റ്ഫോമുകളുണ്ടല്ലോ, അതിൻ്റെ ഹെജിമണിക്ക് ഇളക്കം തട്ടിത്തുടങ്ങുന്നു എന്നുള്ളതാണ്. പുതിയ പ്ലെയേഴ്സിന് വരാനുള്ള സാധ്യതകൾ, അത്തരം ആലോചനകൾ തുറന്നിടപ്പെടുകയാണ്. അത്തരം ആലോചനകൾ വരിക എന്ന് മാത്രമല്ല, നമുക്ക് തന്നെ ആലോചിക്കാം, ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമല്ല ഇന്ത്യ. ഇന്ത്യയിൽ എന്താണ് ഈ ഇന്ത്യയുടേതായിട്ടുള്ള ഒരു ഇന്ത്യൻ പ്രോഡക്റ്റായിട്ടുള്ളൊരു ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത്? നമ്മളെന്തിനാണ് അമേരിക്കൻ പ്രോഡക്റ്റായിട്ടുള്ള യൂട്യൂബിനെ അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്കിനെ ഇതിനെ തന്നെ ആശ്രയിക്കുന്നത്? നമുക്കൊരു ഇന്ത്യൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം, കുറച്ചും കൂടി ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ടുള്ള, ഇന്ത്യൻ റിയാലിറ്റീസിനെ കുറച്ചും കൂടെ അക്കോമഡേറ്റ് ചെയ്യുന്ന സ്വഭാവത്തിലുള്ള ഒന്നിലധികമോ പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് ഇന്ത്യയിലെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ചെറുപ്പക്കാർക്ക് ആലോചിച്ചുകൂടെ? ഇവിടെ ഇത്രയും അധികം ജനസംഖ്യയുള്ള രാജ്യത്ത് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉയർന്നു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കൺസ്യൂമർ ബേസ്, അതിൻ്റെ ഒരു വോളിയം ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ നിലക്ക് ഞാൻ എന്തിനെ കാണുന്നത്, എക്സിൽ നിന്ന് കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയി, അല്ലെങ്കിൽ ഗാർഡിയൻ അതിന് അക്കൗണ്ട് കളഞ്ഞു എന്നുള്ള അർത്ഥത്തിലല്ല. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ലാൻഡ്സ്കേപ്പ് ഉണ്ടല്ലോ, അതിനെ കൂടുതൽ ഡിവേഴ്സാക്കും, കൂടുതൽ വൈവിധ്യവൽക്കരിക്കാനുള്ള ആലോചനകൾക്കും പരിശ്രമങ്ങൾക്കും ഗതിവേഗം വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരു ഡിസ്റപ്ഷൻ ഈ മേഖലയിൽ ഉണ്ടാവട്ടെ, ഒരു കൂട്ടപ്പൊരിച്ചൽ ഈ മേഖലയിൽ ഉണ്ടാവുകയും പുതിയ ധാരാളം പ്ലെയേഴ്സ് വരികയും ഈ പറയുന്ന ആധിപത്യങ്ങൾ, ഹെജിമണീസ് അവസാനിക്കുകയും ചെയ്യുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആ ഒരു ലാൻഡ്സ്കേപ്പ് കൂടുതൽ ബഹളമയമാവുകയും കൂടുതൽ ഡിസ്റപ്റ്റീവ് ആവുകയും കൂടുതൽ ഡിവേഴ്സ് ആവുകയും ചെയ്യുന്ന ഒരു നാളെ ഞാൻ കാണുകയാണ്. അതിനേക്കുള്ളൊരു സിംറ്റമായിട്ടാണ് ഈ എക്സ് എന്നുള്ള എക്സോഡസിനെ ഞാൻ കാണുന്നത്.